വിളക്കോട് വെച്ചോളി. ഒരു പൊട്ടിച്ചു നമസ്കാരം. നമസ്തേ. ചേച്ചി മണിയേട്ടാ നമ്മുടെ ആദ്യകാലത്ത്. അയ്യോ പിന്നെ താഴെ ഞാൻ നോക്കട്ടെ. ഇവിടെ ചേച്ചിയോട് ഫുൾ ടൈം ഉണ്ടല്ലോ. നമസ്കാരം. ആനേക്കാളും വലിയ ആൾക്കാർ ഞങ്ങൾ ഉറപ്പായിട്ട് ജയിക്കും. ഉറപ്പാണ്. മിൻചേച്ചി മിൻചേച്ചി അമ്മ എനിക്കൊന്നും വേണ്ട. കുട്ടിയിരുന്നോളോ. ഞങ്ങളുടെ അവിടെ വന്നിട്ട് ആന നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ആ നിമിഷം ഇന്നിവിടെ വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ ശോഭാ സുരേന്ദ്രൻ നമ്മുടെ സ്ഥാനാർത്ഥി ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ്. മാഡം നമ്മളോട് 2 വാക്ക് സംസാരിക്കും. ഇരുന്നോ ഇരുന്നോ പിടിക്കുമോനെ. എല്ലാവരും ജയിച്ചു വരും. എന്താണ് പഠിച്ചത്? ഞാൻ ബികോം പഠിക്കാൻ. ഇപ്പൊ പഠിക്കുക. സെക്കൻഡ് ഇയറാ? ശരി.
ഈ ഷോള് നമ്മുടെ ബിനിക്കുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും സ്നേഹ സമ്മാനമായിട്ട് ഈ ഷോള് ഞാൻ ബിനിക്ക് സമർപ്പിക്കുന്നു. ഇനി നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. വേദിയിൽ നമ്മളോടൊപ്പമുള്ള പാലക്കാട് ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ പ്രശാന്ത് ശിവൻ, ആരാധ്യയായിട്ടുള്ള സംസ്ഥാന ലീഡർ ശ്രീമതി പ്രമീള ശശിധരൻ, നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ ശശി, നമ്മുടെ പാലക്കാടിന്റെ തന്നെ സംസ്ഥാന സെല്ലിന്റെ ചുമതലക്കാരിയും നമ്മുടെ മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, എൻ്റെ സഹോദരൻ, സ്ഥാനാർത്ഥിയും ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും കൂടിയായ നിങ്ങളുടെ വാർഡ് കൗൺസിലർ അല്ലേ, വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി മിനി കൃഷ്ണകുമാർ, എൻ്റെ മഹിളാ മോർച്ചയുടെ ജില്ലയുടെ അധ്യക്ഷ കവിത, അതുപോലെ വെണ്ണക്കര ബാബു, അശോകൻ ഇവിടെ എവിടെയുണ്ട്, നിയോജകമണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി അശോകൻ, മുൻ കൗൺസിലർ ദിവ്യ, ശ്രീമതി പ്രസന്ന, നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ NTUവിന്റെ സംസ്ഥാന ലീഡർ ശ്രീനിമാസ്റ്റർ, ഏരിയയുടെ പ്രസിഡന്റ് ബാലേട്ടൻ, എന്റെ മുന്നിലുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബിനിക്ക് ഷാളിട്ടു, അല്ലെ ബിനിയാണോ മിനിയാണോ, ബിനു, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇവിടെ കുറെ കാര്യങ്ങൾ ചിലപ്പോ വാർഡ് കൗൺസിലർ സംസാരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സംസാരിച്ചോ? പിന്നെ പ്രധാനപ്പെട്ട ഒരാളെ പറയാൻ വിട്ടുപോയി, ആനച്ചിറ കണ്ണൻ അല്ലേ? ഞാൻ അങ്ങനെയാണ് മനസ്സിൽ പേര് വെച്ചിട്ടുള്ളത്. ആണോ? ശരി. അപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തണം എന്നുള്ള ആഗ്രഹത്തിലല്ല വന്നിട്ടുള്ളത്. ഒരുപാട് വേദനകളും പരാതികളും എന്നോട് പറയാനായിട്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കുഴപ്പം കൊണ്ടല്ല. നമ്മുടെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി എത്രയോ വർഷങ്ങളായി BJPയുടെ കൈകളിലാണെങ്കിലും BJPക്ക് ഓരോ കൗൺസിലർമാർക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരു MLAയുടെ സാന്നിധ്യം ആവശ്യമാണ്. ആ MLAയുടെ സാന്നിധ്യമില്ലാതെ നമ്മളെ കഴിഞ്ഞ കാലം അത്രയും പരാജയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് മുന്നണികൾക്കിടയിലും നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പാർട്ടി പിറകിലോട്ടല്ല പോകുന്നത്, നമ്മുടെ പാർട്ടിയാണ് വളരുന്ന പാർട്ടി. അപ്പോ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് വളരെ സന്തോഷിക്കാം. പാലക്കാടിനെ അടുത്തറിയാൻ നമ്മുടെ ആരാധ്യനായിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെയാണ് ഇന്നലെ വന്നത്. അദ്ദേഹം നമ്മളോട് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. സ്ഥാനാർത്ഥികളെ മുഴുവൻ കൈപ്പിടിച്ച് ഉയർത്തി കാണിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരാൾ ജയിച്ച് MLA ആവുക എന്നുള്ള കാര്യം മാത്രമല്ല, എങ്ങനെ BJPക്ക് കേരളത്തിന്റെ ഭരണകൂടത്തിലേക്ക് വരാൻ സാധിക്കും എന്നതിന്റെ സൂചനയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. അപ്പോൾ വരാൻ പോകുന്ന നാളുകളിൽ 33% സംവരണം അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് പാർലമെന്റിലും രാജ്യസഭയിലും അത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കാലാംശത്തിൽ ഇനി വരാൻ പോകുന്ന നാളുകൾ എന്ന് പറയുന്നത് സ്ത്രീ രത്നങ്ങളെ കൊണ്ട് കേരളത്തിന്റെ നിയമസഭയും നിറയും എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഗുണകരങ്ങൾ എന്ത് വിധേനയും
ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർഷിപ്പിലുള്ള ആളുകൾ മുന്നോട്ട് വന്ന് നമ്മുടെ നാടിനെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള ആ കഴിവും പ്രാപ്തിയും നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ വന്നിട്ടുള്ളവരോട് എനിക്കുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ ദിവസവും, ഇനി വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ, ഓരോ ദിവസവും ഉണരുമ്പോൾ അതുപോലെ തന്നെ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുൻപും നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ശോഭ ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോ വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ വരും. നമുക്ക് മോദിജിയുടെ പദ്ധതികൾ അത്രയും സാർത്ഥകമാക്കണം. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തെ നല്ല ഒരവസ്ഥയിലേക്ക് എത്തിക്കണം. കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചു, മലമ്പുഴയിൽ നിന്നാണല്ലോ പാലക്കാടിലേക്ക് വെള്ളം വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, മലമ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളവും പാലക്കാട് ആ വെള്ളം എത്തിച്ചേരുന്നതും എല്ലാം ഒറ്റ കാര്യമാണ്, അത് പാലക്കാടാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനാണ് നമ്മൾ ആ മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ഈ പാലക്കാട് നിന്ന് നിരവധി MLA-മാർ എവിടെ പോണം? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ്, ഒരു സ്വപ്നം. അത് വാക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വിയർത്ത് കുളിച്ച് അല്ലെ ഈ എരിപൊരി ചൂടിൽ പ്രവർത്തനത്തിന് സജ്ജരായിട്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുകയും എനിക്ക് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിനും ഓരോ ഷാളിനും ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ഒരു സേവികയായിട്ട്, അതായത് നിങ്ങൾ പറയുന്ന ജോലികൾ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കും എന്ന് ഇവിടെ സത്യം ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനെന്നെ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.